നാളെ പുതിയ സർക്കാർ അധികാരമേൽക്കുകയാണ്. നാളെ അവരുടെ സത്യപ്രതിജ്ഞയാണ്. നല്ല ഒരു ഭരണം കേരളത്തിന് കാഴ്ചവെക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കട്ടെ. അത് നിങ്ങൾ ചെയ്യണം. അതിന് നിങ്ങളെ കൊണ്ട് സാധിക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനത്തും നടക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാലോ. കേരളം എന്നും മറ്റുള്ള സംസ്ഥാനങ്ങൾക്കും അല്ലെങ്കിൽ ലോകത്തിന് തന്നെ കേരളം ഒരു മാതൃകയാണ്. ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ പുതിയ സർക്കാരിനോട് ഖമറുദ്ദീനിക്കാക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അതിവിടെ ഒന്ന് കേൾപ്പിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് കേൾക്കുക. കേട്ടാൽ മാത്രം പോരാ, നിങ്ങളുടെ അഭിപ്രായം പറയണം. കാരണം ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഇത് തന്നെയാണല്ലോ ഞാനും പറയാൻ ആഗ്രഹിച്ചു എന്നുള്ളത്. ഓരോ ജനാധിപത്യ വിശ്വാസിയും ഈ ഒരു കേരള മണ്ണ് എന്നും ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വർഗീയവാദികൾക്ക് പൂണ്ട് വിളയാടാനുള്ള മണ്ണല്ല കേരളം എന്ന് മനസ്സിൽ ഉറപ്പിച്ച് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കാണുന്ന ഓരോ മലയാളിയും പറയാൻ ആഗ്രഹിച്ച കാര്യം നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഖമറുദ്ദീനിക്ക കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇവിടെ ഒന്ന് കേൾപ്പിക്കാം. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കേൾക്കുക. കേട്ടാൽ മാത്രം പോരാ, നിങ്ങളുടെ ഒരു വിലപ്പെട്ട ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമസ്കാരം, ഞാൻ ഖമറുദ്ദീനാണ്. നാളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന കേരളത്തിന്റെ വരാൻ പോകുന്ന പുതിയ സർക്കാരിനോട് ഒരു വോട്ടവകാശമുള്ള ഒരു വോട്ടർ, ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്ക് രണ്ട് കാര്യം പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം നമ്പർ 1, കേരളം ലോകത്തിന് മാതൃകയാണ്. രാജ്യത്തിന്റെ സമാധാനത്തിന്റെ ഈറ്റിലമാണ് നമ്മുടെ പുണ്യമാക്കപ്പെട്ട കേരളം എന്നിരിക്കെ ആ കേരളത്തിനകത്ത് ഇരുന്നുകൊണ്ട് ജാതിയും മതവും രാഷ്ട്രീയവും പറഞ്ഞ് 4 വോട്ടിന് വേണ്ടി മനുഷ്യരെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്ന വർഗീയവാദികൾ കേരളത്തിലുണ്ട്. വോട്ടില്ലാതെയും വോട്ടിനല്ലാതെയും അനാവശ്യമായി നല്ല ഐക്യത്തോടെ പോകുന്ന കേരളത്തിന്റെ നാട്ടിലിരുന്നുകൊണ്ട് അനാവശ്യമായി മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന വർഗീയവാദികളും ഈ കേരളത്തിലുണ്ട്. അങ്ങനെയുള്ള വർഗീയവാദികളെ ആരെങ്കിലും വർഗീയത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സമൂഹത്തിൽ ഭിന്നിപ്പുകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഏത് അപ്പനാണെങ്കിലും, അവൻ മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ മതമുള്ളവനാണോ മതമില്ലാത്തവനാണോ ഏത് തമ്പുരാനാണെങ്കിലും ശരി, വായിൽ വെള്ളിക്കരണ്ടിയോടെ ഭൂമിയിൽ പിറവിയെടുത്തവനാണെങ്കിലും ശരി, ഏത് മറ്റവനാണെങ്കിലും ശരി, അവർക്കെതിരെ ശക്തമായ നിയമ നടപടി, അതായത് പിടിച്ചകത്തണം. ഏത് തമ്പുരാനാണെങ്കിലും ശരി, ഇത്രേ പറയാനുള്ളൂ, പിടിച്ചിട്ട് അകത്തിടുക. കേരളം രാജ്യത്തിന്റെ സമാധാനത്തിന്റെ ഈറ്റിലമാണ്. ആ കേരളത്തിൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും പല മതങ്ങളും പല ആചാരങ്ങളും പല അനുഷ്ഠാനങ്ങളും പല പ്രാർത്ഥനകളും ആണെങ്കിലും എല്ലാവരും ഒരു അമ്മ വെച്ച മക്കളെ പോലെയാണ് മുന്നോട്ട് പോകുന്നത്. പല ആശയങ്ങളും ഉണ്ടാകും. അതൊക്കെ ആ സമയത്ത് ഇലക്ഷൻ ട്രെൻഡ്, ആ സമയത്ത് ആശയങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും, പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കും. അത് കഴിഞ്ഞു. പക്ഷെ ബന്ധങ്ങളുണ്ടല്ലോ, സൗഹൃദങ്ങളുണ്ടല്ലോ, സൗഹാർദ്ദമുണ്ടല്ലോ, അല്ലെ? അപ്പൊ ഇതിനെയൊക്കെ തകർക്കാൻ ശ്രമിക്കുന്നവർ, അനാവശ്യമായി മതങ്ങൾക്കെതിരെ ഇല്ലാത്ത പറിച്ചുവിട്ട് മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർ, കേരളത്തിൽ ഈ മതം പറഞ്ഞിട്ട് പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ, കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നവർ, ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി, അവൻ യവനാണെങ്കിലും, ഏത് മന്ത്രിയാണെങ്കിലും, ഏത് MLA ആണെങ്കിലും, MP ആണെങ്കിലും, ഏത് മതനേതാവാണെങ്കിലും, ഏത് തമ്പുരാനാണെങ്കിലും, എത്ര വലിയ കൊടുകുത്തി വാഴുന്നവനാണെങ്കിലും അവരെ അന്തസ്സോടെ അകത്തിട്ട് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സർക്കാർ മാതൃകയാവണം. കഴിഞ്ഞിട്ടില്ല, അടുത്ത് പറയാൻ മതി. നമ്മുടെ കേരളം പുണ്യമാക്കപ്പെട്ടതാണ്. ഒരുപാട് യുവതിയുവാക്കൾ കേരളത്തിൽ, ഒരുപാട് മനുഷ്യർ സോഷ്യൽ മീഡിയ പോലെയുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നവരാണ്, അല്ലെ? അങ്ങനെ ഇരിക്കെ ഈ മീഡിയകളിലൂടെ പാതി തുണി ഉരിഞ്ഞിട്ട് ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലും റീച്ചിന് വേണ്ടി പാതി തുണി ഉരിഞ്ഞ് കേരളത്തിന്റെ യുവാക്കളെ, കേരളത്തിന്റെ നല്ലവരായ യുവ സമൂഹത്തെ മോശമാക്കാൻ ശ്രമിക്കുന്ന, അവരെ കേടുവരുത്താൻ ശ്രമിക്കുന്ന, അവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന, അവരുടെ ഭാവിയെ തകർക്കാൻ ശ്രമിക്കുന്ന കുറെ യുവതികൾ തുണി ഉരിഞ്ഞിട്ട് ഈ പറയുന്ന മീഡിയകളിൽ വന്നിട്ട് കാണിക്കുന്നുണ്ട്. ഇത് എല്ലാവർക്കും അറിയാം, ഗവൺമെന്റിന് അറിയാം, അധികാരി വർഗ്ഗങ്ങൾക്ക് അറിയാം, എല്ലാ രാഷ്ട്രീയക്കാർക്കും അറിയാം, പൊതുജനങ്ങൾക്കും നല്ലപോലെ അറിയാം. അങ്ങനെയുള്ളവരെ കൂച്ചുവിലങ്ങണം. അതിന് വല്ല നിയമമില്ലെങ്കിൽ പുതിയ വല്ല നിയമം ഉണ്ടാക്കി ഇൻസ്റ്റാഗ്രാം ആസ്ഥാനത്തേക്കും ഫേസ്ബുക്ക് ആസ്ഥാനത്തേക്കും യൂട്യൂബ് നിയന്ത്രിക്കുന്നവൻ ഇവനാണ്, ഏത് ആസ്ഥാനമാണ് അവിടേക്ക്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സർക്കാർ മാത്രമല്ല, പ്രതിപക്ഷം അടങ്ങുന്ന LDF-ഉം UDF-ഉം BJP-യും അടങ്ങുന്ന 140 MLA-മാരും ഈ ഒരു വിഷയത്തിൽ ഒറ്റക്കെട്ടായി തീരുമാനമെടുത്ത് ഒരു പുതിയ നിയമനിർമ്മാണം നടപ്പിലാക്കി ഇതിന്റെ ആസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുക. തുണി ഉരിഞ്ഞിട്ട് ഈ കേരളത്തിന്റെ പാവപ്പെട്ട മനുഷ്യരെ, യുവതികളെ വഴിതെറ്റിക്കുന്ന ഏതൊക്കെ പ്ലാറ്റ്ഫോം ഉണ്ടോ ആ പ്ലാറ്റ്ഫോമിനെ ബ്ലോക്ക് ചെയ്യാനും, അങ്ങനെ അതിന്റെ മുന്നിൽ ആരൊക്കെയാണ് തുണി ഉരിഞ്ഞ് വരുന്നവർ അവരെ അറസ്റ്റ് ചെയ്യാനും, അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള നിയമമില്ലെങ്കിൽ നിയമം ഉണ്ടാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട സർക്കാർ കേരളത്തിന് മാത്രമല്ല ലോകത്തിന് മാതൃകയാവണം. ഇത് കേരളത്തിൽ തുടക്കം കുറിച്ചാൽ ഓരോ സംസ്ഥാനങ്ങളിലും അത് ഏറ്റുപിടിക്കും. യുവാക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ, ലോകത്തിന്റെ, കേരളത്തിന്റെ, നമ്മുടെ പൊതുസമൂഹത്തിന്റെ നട്ടലാണ്. അവരെ തകർക്കാൻ വേണ്ടി കുറെ ജന്മങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല, പറയാനുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അപ്പൊ തൽക്കാലം ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ ഒരു വിഷയം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ വരാൻ പോകുന്ന സർക്കാരിനോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.